ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ രതീഷ് കുമാർ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യണം, നിങ്ങൾ സഹകരിക്കണം. ഇവിടെ എന്തിനാ സർ? സഹകരിക്കണം. അവർ പോലീസ് സഹായം ആവശ്യപ്പെട്ടിരിക്കുക. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് സർ. അന്നത്തെ പോലെ ഈ ഫയലെല്ലാം എടുത്ത് കത്തിക്കാനായിരുന്നു അവളുടെ പ്ലാൻ എന്നാ. എങ്കിൽ അവളുടെ മരണം. വാ. എന്തായാലും അച്ഛൻ ആ സമയത്തെത്തി അവൾ അടിച്ചിറക്കിയത് കാര്യമായി. ഇനി വൈകാതെ ആ മുറിയിൽ ഒരു ക്യാമറ വെക്കണം. വിവരക്കേട് പറയാതെ നീ പോത്തെ. എന്നിട്ട് വേണം ഞാൻ ചെയ്തു കൂട്ടുന്ന വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി നാട്ടുകാരറിയാൻ. ഒന്നാമത് ഇലക്ഷൻ ഇങ്ങ് അടുത്തു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ മൂത്ത മോൻ ജിതേന്ദ്രന്റെ മണ്ട കൊട്ടത്തേങ്ങ പോലെ ആയത് നിന്റെ ഒറ്റ ഒരുത്തിയുടെ സഹവാസം കൊണ്ടാ. കഴുതേ, എന്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നിടത്ത് ക്യാമറ ഘടിപ്പിക്കണം അല്ലേടി? കരുണാകരക്കുറുപ്പിന് ഇൻകം ടാക്സ് റെയ്ഡ് വരുന്നു പോലും. അല്ല, എവിടെ എന്റെ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഇൻകം ടാക്സസ് മിസ്സിസ് വന്ദന മാധവൻ നായർ? അവള് പറഞ്ഞതങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങാനും വിശ്വസിക്കാനും എന്റെ പുന്നാരമോൻ ജഗനും. വന്ദനയുടെ കണ്ണീരൊപ്പിക്കൊടുത്ത് ആശ്വസിപ്പിക്കായിരിക്കും പാവൻ ജഗൻ. പെൺകോന്തൻ. ആരോ വന്നല്ലോ. നമ്മുടെ പാർട്ടിക്കാരാണെന്ന് തോന്നുന്നു. എനിക്കൊരു സ്വീകരണം പറഞ്ഞിരുന്നു കേട്ടോ. അതെ, പാർട്ടിക്കാർ എന്നെ എങ്ങനെ സ്വീകരിക്കുന്നു കണ്ണു തുറന്ന് കാണ് കേട്ടാ. ഇവിടെ ജഗന്റെ മുമ്പിൽ മാത്രമേ എനിക്കൊരു വിലയില്ലാതുള്ളൂ. അവരുടെ മുമ്പിൽ എങ്ങനെയാണെന്ന് കണ്ടോ. ആരടി? ഞങ്ങൾ ഇൻകം ടാക്സ് വിജിലൻസിൽ നിന്നാണ്.
ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ രതീഷ് കുമാർ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യണം. നിങ്ങൾ സഹകരിക്കണം. ഇവിടെ എന്തിനാ? സർ, സഹകരിക്കണം. അവർ പോലീസ് സഹായം ആവശ്യപ്പെട്ടിരിക്കുക. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് സർ. ഈ വീട്ടിലുള്ള എല്ലാവരും ഹാളിലേക്ക് വരണം വിത്ത് മൊബൈൽ ഫോൺ. ഇത്രയും പേരേ ഉള്ളൂ ഇവിടെ. എന്റെ ഹസ്ബൻഡ് പുറത്തു പോയിരിക്കുക. ഇത് ഞാൻ മകനാണ്. ഇതോ? ഇത് ഞാനിവിടുത്തെ മരുമകളാ. ഇവിടെ ഒരു റെയ്ഡ് നടക്കാൻ പോവുക. സഹകരിക്കണം. ആ തുണികളെല്ലാം സെറ്റിയിലേക്ക് വെച്ചേക്കോ. ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തേക്കോ പുറത്തുനിന്ന് ആരും അകത്തേക്കോ വരാൻ പാടില്ല. ഒരു ഫോൺ കോൾ പോലും വിളിക്കാനോ അറ്റൻഡ് ചെയ്യാനോ പാടില്ല. താങ്കൾ വേണം അതൊക്കെ ശ്രദ്ധിക്കാൻ. ശരി സർ. എല്ലാവരും മൊബൈൽ ഫോൺ ടേബിളിലേക്ക് വെക്കൂ. വെക്കണം സർ. സെർച്ച് എവരിവെയർ. സർ